ആജിമാർക്ക് എല്ലാ ഒത്താശകൾ ചെയ്തു കൊടുത്ത അബ്ദുല്ലാഹിബ്നു ജദ്ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ബുഖാരിയിൽ കാണാം. മൂപ്പരുടെ ജോലി എന്താണ്? ആജിമാർക്ക് ഒന്നാം തരം ജ്യൂസ്, ഭക്ഷണങ്ങൾ, പദാർത്ഥങ്ങൾ, താമസ സൗകര്യങ്ങൾ ഫ്രീ. ആരായി കാട്ടുക? അയാളെ കുറിച്ച് ചോദിച്ചു. റസൂലാണെങ്കിൽ പലപ്പോഴും അദ്ദേഹത്തിന് റെസ്റ്റോറൻറ്റിൽ കൂടി ജാഹിലിയ്യ കാലഘട്ടത്തിൽ വിട്ടുകിടക്കാറുണ്ടായിരുന്നു. മൂപ്പരെ കുറിച്ച് ചോദ്യം റസൂലിനോട്. ഇസ്ലാമിന് ശേഷം, നുബുവത്തിന് ശേഷം അബ്ദുള്ള സ്വർഗത്തിലോ നരകത്തിലോ? റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? അദ്ദേഹം നരകത്തിലാണ്. കാരണം അദ്ദേഹം ഒരു പ്രാവശ്യം പോലും റബ്ബിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, എനിക്ക് പരലോകത്തിൽ പുറത്തു തരണമേ റബ്ബേ എന്ന പരലോകത്തുള്ള വിശ്വാസം കൊണ്ടുള്ളതായ ആ തേട്ടം, ആ അള്ളാഹിനോട് മാത്രമുള്ള പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. അദ്ദേഹം റബ്ബിനോടും പ്രാർത്ഥിക്കും, ബിമ്മത്തിനോട് പ്രാർത്ഥിക്കും, റബ്ബിനോട് പ്രാർത്ഥിക്കും, ഇബ്രാഹിമിനോട് പ്രാർത്ഥിക്കും, റബ്ബിനോട് പ്രാർത്ഥിക്കും, ഒദ്ദിനോടും സുഹാനോടും യഹൂദിനോടും നസ്റിനോടും പ്രാർത്ഥിക്കും. അതാണ് റബ്ബോട് കൂടി മറ്റുള്ളവരെ ശരിക്കും കമ്പനിയാക്കി മാറ്റാം. അതുകൊണ്ടോ നരകത്തിലേക്ക് പോകേണ്ടി വന്നു.